ഗ്ലോബൽ പ്രവാസി യൂണിയൻ. ഇന്ത്യൻ സൊസൈറ്റി ആക്ട് പ്രകാരം സെപ്റ്റംബർ 5, 2020 മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഗ്ലോബൽ പ്രവാസി യൂണിയന്റെ സ്ഥാപിത ലക്ഷ്യം തന്നെ പ്രവാസ ലോകത്തിന്റെ ഉന്നമനം മാത്രമാണ്. പ്രവാസി ഏകീകരണം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. നിരവധി സംഘടനകളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ജാതി, മത, രാഷ്ട്രീയ, വർണ്ണവർഗ വിവേചനങ്ങൾ ഒന്നുമില്ലാതെ തോളോട് തോള് ചേർന്ന് നിന്ന് കഷ്ടതകൾ അനുഭവിക്കുന്ന പ്രവാസികളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്ന മഹത്തായ പ്രസ്ഥാനമാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സൗന്ദര്യം തന്നെ നാനാത്വത്തിലേകത്വമെന്ന ആശയമാണ്. ഭരണഘടനയുടെ അന്തസത്ത ഒട്ടും ചോർന്നു പോകാതെ ദേശീയ വികാരം നെഞ്ചിലേറ്റി സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്കായി അനുദിനം പ്രവാസ ലോകത്ത് ക്രിയാത്മകമായി സേവനം കാഴ്ചവെച്ച് ഇന്നും മുന്നേറുകയാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ. ൽ കൂടുതൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, സൗജന്യ മെഡിസിൻ വിതരണം, അവയവദാന പദ്ധതികൾ പോലെയുള്ള നിരവധി സാമൂഹിക വിഷയത്തിൽ കയ്യൊപ്പ് ചാർത്തി മുന്നേറുന്ന സംഘടനയാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ. കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ, മൃതദേഹങ്ങളെപ്പോലും വേർതിരിച്ചപ്പോൾ നിസ്സഹായരായ മനുഷ്യരെ ഒന്നിപ്പിക്കുവാനും ചേർത്ത് പിടിക്കുവാനും സംഘടനയ്ക്കായിട്ടുണ്ട്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്ന പ്രവർത്തനങ്ങളിൽ നേരിട്ടിരുന്ന പ്രയാസങ്ങളിലും സാമ്പത്തിക ചൂഷണത്തിനെതിരെയും ശക്തമായ നിലപാടെടുത്ത് ക്രിയാത്മകമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ. കണ്ണൂർ എയർപോർട്ടിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടിലും വിദേശ രാജ്യങ്ങളിലും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രസ്ഥാനമാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ. ഗൾഫ് മേഖലകളിൽ നീറ്റ് എക്സാമിന് സെന്റർ അനുവദിക്കുന്നതിനു വേണ്ടി ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അധികൃതരുടെ കണ്ണു തുറപ്പിച്ച പ്രസ്ഥാനമാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ. പാസ്പോർട്ട് സർവീസിന് സ്ലോട്ട് ലഭിക്കാതെ കാലതാമസം വരുത്തുകയും സാധാരണക്കാർക്ക് പോലും അധിക ചാർജ് കൊടുത്ത് പ്രീമിയം ലോഞ്ചിന് ആശ്രയിക്കേണ്ടി വന്നപ്പോൾ ശക്തമായ ഇടപെടലുകൾ നടത്തി പരിഹാരം കണ്ടെത്തിയ സംഘടനയാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ. ഈദ്, ഈസ്റ്റർ, വിഷു, ഓണം തുടങ്ങിയ ആഘോഷങ്ങളിലും ഇഫ്താർ പോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലും ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നേറുന്ന ഈ സംഘടനയ്ക്ക് മുതൽക്കൂട്ടായി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്കൊപ്പം അണിചേരണം.
നാളത്തെ പ്രോഗ്രാമിൻ്റെ, അതായത് നമ്മുടെ ഗ്ലോബൽ പ്രവാസി യൂണിയൻ്റെ ചെയർമാൻ ആൻഡ് ഗ്ലോബൽ കോർഡിനേറ്ററാണ് അല്ലേ? നമസ്കാരം സർ. അപ്പോൾ എങ്ങനെയാണ് നാളത്തെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള, എങ്ങനെയാണ് എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയും? തീർച്ചയായിട്ടും നാളെ ഉച്ചക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ് സാംസ്കാരിക സമ്മേളനം. 5:30 to 8 o'clock. അപ്പോൾ തീർച്ചയായിട്ടും എന്നും വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയിലൂടെ പ്രവാസ ലോകത്ത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്ലോബൽ പ്രവാസി. തീർച്ചയായിട്ടും വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈദ്, ഈസ്റ്റർ, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ നടത്തുകയും ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ റമദാനിലൊക്കെ ഞങ്ങൾ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഡെയിലി 3000-ഓളം ആളുകൾക്ക്, നീഡിയായ ആളുകൾക്ക് ഭക്ഷണം